വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒന്ന് ചവിട്ടിയിട്ട് ക്ലച്ച് എടുത്ത് എന്ത് കൊടുക്കാൻ പാടുള്ളൂ ആക്ഷൻ. അത് തന്നെ ഈ ക്ലച്ചിൽ നിന്ന് കംപ്ലീറ്റ് കാലങ്ങ് പൊക്കിക്കൊണ്ട് പോകരുത്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറാണ്, ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടു, ക്ലച്ചിനെ പകുതിയിൽ കൊണ്ടുവന്നു, ആക്സിലേറ്റർ ക്രമപ്പെടുത്തി, എന്നിട്ട് ക്ലച്ച് അല്പം എടുത്ത് വണ്ടി മൂവ് ചെയ്തു, ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടി ഹാഫ് ക്ലച്ചിൽ നിന്ന് ക്ലച്ച് ഉയരുന്നതനുസരിച്ച് എന്ത് കൊടുക്കണം അല്ല ഇതിൽ നിന്ന് കാലം എടുത്തുകൊണ്ട് പോയത്. അത് കഴിഞ്ഞാൽ 15 കിലോമീറ്റർ സ്പീഡായി, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഏത് കുറച്ചു ആക്സിലേറ്റർ. ക്ലച്ചിനെ പകുതിയിൽ കൊണ്ട് നിർത്തി അടുത്ത പകുതി ഉയരുന്നതനുസരിച്ച് ഏത് കൊടുക്കണം ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം. എത്ര വരെ? 30 വരെ സ്പീഡ് വന്നു, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഏത് കുറയ്ക്കണം ആക്സിലേറ്റർ കുറയ്ക്കണം. വീണ്ടും നമ്മൾ ക്ലച്ചിനെ ഫസ്റ്റും സെക്കൻഡിലും എടുത്തതുപോലെ അത്ര ക്ലച്ചിനെ ഹോൾഡ് ചെയ്യില്ല, എന്നാൽ അതിനേക്കാൾ വേഗതയിൽ ഒന്ന് ഹാഫ് ക്ലച്ചിൽ കെയറാക്കി വീണ്ടും സ്പീഡ് വരുത്തി പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ഏത് ഗിയറിലോട്ട് മാറ്റും? 4th ഗിയർ. എന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ഏത് മാത്രം കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ കാല് മാറ്റി താഴെ വെച്ച് വണ്ടി ഓടിക്കും. അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലൊരു ബസ്സിനെ കണ്ടു. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വേഗത കുറഞ്ഞാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ സ്പീഡിൽ താഴെയാണ് പോകുന്നതെങ്കിൽ ക്ലച്ച് ചവിട്ടി വേണം എന്ത് ചെയ്യേണ്ടത്? ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം. അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തു, 40 നിന്ന് സ്പീഡ് 15 ആയി. അപ്പം സ്പീഡ് 15 ആയി, ഫ്രണ്ട് ക്ലിയർ ആയി. അപ്പോഴും തന്നെ നമ്മൾ ഏത് വിടണം? ബ്രേക്ക്. നിങ്ങൾ പലപ്പോഴും ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് വിടാൻ ലേറ്റ് ആവും. പെട്ടെന്ന് ബ്രേക്ക് വിട്ടു, കാല് ആക്സിലേറ്റർ വെച്ചു, 4th നിന്ന് 2nd ഗിയർ ഇട്ടു, ക്ലച്ചിനെ പകുതിയിൽ കൊണ്ട് നിർത്തി ഹാഫ് ക്ലച്ചിൽ കൺട്രോൾ ചെയ്ത് പയ്യെ കാലെടുക്കുന്നതനുസരിച്ച് വേണം ഏത് കൊടുക്കേണ്ടത്? ആക്സിലേറ്റർ. അപ്പോൾ ഇവിടെ പലപ്പോഴും കുട്ടികൾ ആക്സിലേറ്റർ ഒരു ചവിട്ടും ഒരെടുപ്പുമാണ്, അപ്പോഴാണ് വണ്ടി ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലേറ്ററിൽ കാല് വെച്ച് കെയറായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കെയറായിട്ട് കൊടുത്തിട്ട് സ്പീഡ് അങ്ങ് വരുന്നത്. കുറയ്ക്കാൻ പറയാൻ പെട്ടെന്ന് കുറയ്ക്കുക, ആ എൻഡിൽ കൊണ്ടുവന്ന് പയ്യെയാണ് അതിനെ പൂർണ്ണമായും കുറയ്ക്കേണ്ടത്. പിടിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4th ഗിയറിൽ വരികയായിരുന്നു, നമ്മൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി 2nd ഗിയർ ഇട്ടു, ക്ലച്ചിനെ പകുതിയിൽ നിർത്തി അടുത്ത് എടുക്കുന്നതനുസരിച്ച് സ്പീഡ് വരുത്തി 30 കിലോമീറ്റർ സ്പീഡായി, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി അത് കുറച്ചു 3rd ഗിയർ. എന്നിട്ട് 3rd ഗിയർ വീണ്ടും ക്ലച്ചിനെ പകുതി കൊണ്ട് നിർത്തി ബാക്കിയുള്ള ക്ലച്ച് നിർത്തി ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. 4th ഗിയറായി കാല് താഴെ. ഇനി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗതയിലാണ് പോകുന്നതെങ്കിൽ, അതായത് 25 കിലോമീറ്റർ സ്പീഡിന് പുറത്താണ്, 30-35, അപ്പോഴും സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ബ്രേക്ക് ചെയ്ത് പ്രത്യേക വേഗതയ്ക്കകത്താവുമ്പോൾ, അതായത് 25-ന് താഴെയാകുമ്പോൾ ബ്രേക്കിനോട് വേഗം ചവിട്ടണം, ക്ലച്ചിൽ. ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോഴും ബ്രേക്ക് വിട്ട് കാലം എവിടെ വയ്ക്കണം? ആക്സിലേറ്റർ. ഇപ്പം നമ്മൾ വന്നത് 4th ഗിയറാണ്, ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് 15 ആയി, 4ൽ നിന്ന് 2nd ഗിയറിലോട്ട് മാറ്റി ക്ലച്ചിനെ പകുതിയിൽ നിർത്തി കെയറായി കാലെടുക്കുന്നതനുസരിച്ച് ഏത് കൊടുത്ത് സ്പീഡ് വരുത്തണം? ഇവിടെ ഈ സ്പീഡ് വരുത്തി അടുത്ത ഗിയറിലാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുന്ന കൂടിപ്പോവും, കൊടുത്ത ആക്സിലേറ്റർ കുറയ്ക്കും. 15-ൽ നിന്ന് 30 നിങ്ങൾ 20-25 ഓടിക്കുന്നതല്ലാതെ എവിടെ എത്തിക്കില്ല 30. എന്ത് കൊടുക്കാത്തത് കൊണ്ട്? അവിടെ ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുക. ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്തു, സ്പീഡ് വരുത്തി പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിലേറ്റർ കുറച്ചു. 4th ഗിയർ ആയിരുന്നെങ്കിൽ 4th ഗിയർ ഇട്ടു, പകുതിയിൽ ഒന്ന് നിർത്തി ക്ലച്ച് കാലത്ത്. ഇതാണ് ഇത്. ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു. വേഗതയിലാണെങ്കിൽ ആദ്യം ബ്രേക്ക്, ബ്രേക്കിനോടൊപ്പം ക്ലച്ച്. എന്നിട്ട് വണ്ടി നിൽക്കുന്നതിന് മുമ്പ് ബ്രേക്കിന് ശകലം ലൂസ് ചെയ്യണം. അപ്പോൾ വണ്ടി ഓടി വന്ന വേഗതയിൽ തനിച്ച് പോകും. അപ്പോഴും ലെഫ്റ്റ്, റൈറ്റ്, റിട്ടേൺ, പാർക്കിംഗ്. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതിന് മുമ്പ് ഈ കൊടുത്തിരിക്കുന്ന ബ്രേക്കിൻ്റെ ഫോഴ്സിനെ ശകലം ഒന്ന് കുറച്ച് നോക്കിയാൽ അറിയാത്ത രീതി. അപ്പോൾ വണ്ടി ഇങ്ങനെ മുമ്പിലോട്ടാവുന്നത് ഒഴിവാക്കും. നമ്മൾ ആ ബ്രേക്ക് പെട്ടെന്ന് വിട്ടാൽ പിറകോട്ടായി. അപ്പോൾ ബ്രേക്ക് എപ്പോഴും പെട്ടെന്ന് ചെയ്യാം, പക്ഷേ ആ നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ആ കൊടുത്തിരിക്കുന്ന പ്രഷറിനെ ശകലം ഒന്ന് കുറയ്ക്കും. പിടിയിട്ട്